Assalamualaikum all, welcome to our channel BS Creative Corner. സുഖമല്ലേ എല്ലാവർക്കും? അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു സ്ലീവ് ഡിസൈനുമായിട്ടാണ്. നിങ്ങൾക്ക് ബീഡ്സ് വർക്കും ത്രെഡ് വർക്കും ഒന്നും അറിയില്ലെങ്കിൽ പോലും എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു ഡിസൈനുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റ് നിങ്ങൾ സ്ലീവ്സ് കട്ട് ചെയ്തെടുക്കുക. നിങ്ങളുടെ മെഷർമെൻറ്റ്സിനനുസരിച്ച് സ്ലീവ്സും പിന്നെ അതിൻ്റെ ലൈനിങ്ങും ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇതേപോലെ 2 പീസ് ക്യാൻവാസ് കട്ട് ചെയ്തെടുക്കേണ്ടതുണ്ട്. അതിൻ്റെ നീളം 14 ഇഞ്ചും വീതി 2 ഇഞ്ചുമാണ്. ഇനി ഇതേപോലെ ഒരു പീസ് എടുത്ത് 2ആയിട്ട് മടക്കി സെൻറ്റർ മാർക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം ഒരു പെൻ യൂസ് ചെയ്തിട്ട് ഞാനിപ്പോൾ ഇവിടെ ഫ്രീ ഹാൻഡ് ആയിട്ടാണ് ഡിസൈൻ വരച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് പാടാണെങ്കിൽ ആദ്യം ഒരു പേപ്പറിൽ ഡിസൈൻ വരച്ചതിന് ശേഷം ക്യാൻവാസിലോട്ട് പകർത്തി വരച്ചാലും മതിയാവും. ഇതുപോലെ ഫസ്റ്റ് പീസിലെ ഡിസൈൻ പൂർത്തിയായി കഴിഞ്ഞു. ഇനി നമുക്ക് സെക്കൻഡ് പീസ് ക്യാൻവാസ് എടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലോട്ട് ഇതേപോലെ വെച്ച് കൊടുത്ത് പകർത്തി വരയ്ക്കാം. അങ്ങനെ നമ്മുടെ 2 സ്ലീവ്സിലെയും ഡിസൈൻ വരച്ചു കഴിഞ്ഞു. ഇനി ഫസ്റ്റ് കട്ട് ചെയ്ത് വെച്ച് കൈയിൻ്റെ പീസ് എടുത്തതിന് ശേഷം നമ്മൾ മടക്കി തയ്ക്കുന്ന ഭാഗത്ത് ഒരു 1/2 ഇഞ്ച് ഇതേപോലെ മാർക്ക് ചെയ്ത് തയ്യൽ തുമ്പിന് വേണ്ടിയാണ് ഒരു ലൈൻ ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ ഡിസൈൻ വരച്ച് വെച്ച ക്യാൻവാസ് പീസിനെ നമ്മൾ മാർക്ക് ചെയ്ത ലൈനിന് തൊട്ട് മുകളിലായിട്ട് ഒന്ന് അയൺ ചെയ്തെടുക്കുക. ക്യാൻവാസിൻ്റെ ഒരു ഭാഗം അയൺ ചെയ്താൽ സ്റ്റിക്കി ആവുന്നതാണ്, നിങ്ങൾക്കറിയാമായിരിക്കും. ആ ഭാഗം താഴെ വെച്ച് അയൺ ചെയ്ത് എടുക്കുക. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ക്യാൻവാസ് ഒട്ടിക്കുമ്പോൾ ബാക്ക് വശത്ത് വേണം ഒട്ടിക്കാൻ. ഫ്രണ്ടും ബാക്കും ഒക്കെ നോക്കി ശ്രദ്ധിച്ച് ഒട്ടിച്ചെടുക്കുക. ഇനി ഞാൻ എടുത്തിട്ടുള്ളത് ഗോൾഡൻ കളർ നൂലാണ്. നമുക്ക് ഈ നൂല് ബോബിനിൽ ഒന്ന് ചുറ്റിച്ചെടുക്കാം. നമ്മൾ സാധാരണ എങ്ങനെയാണ് നൂൽ ചുറ്റുന്നത് അതുപോലെ തന്നെ ഈ നൂലും ബോബിനിൽ ചുറ്റിച്ചെടുക്കുക. ഇത് നമ്മുടെ തുണിയുടെ കളറിലുള്ള നൂലാണ്. തുണിയുടെ കളറിലുള്ള നൂല് മേളിലും ബോബിൻ താഴെയുമായിട്ട് സെറ്റ് ചെയ്യുക. ഇനി നമുക്ക് ഡിസൈനിൻ്റെ പുറത്തുകൂടെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്യുമ്പോൾ സൂക്ഷിച്ച് വേണം ചെയ്യാനായിട്ട്, കാരണം നമ്മുടെ ഡിസൈനിൻ്റെ കർവൊക്കെ വളരെ കുഞ്ഞായിട്ടിട്ടുള്ളത് കൊണ്ട് ഓരോ സ്റ്റിച്ചും അതിന് പുറത്തുകൂടെ തന്നെ വീഴുന്നുവെന്ന് നമ്മൾ ഉറപ്പ് വരുത്തേണ്ടതാണ്. ഇനി ഓരോ ലൈനിന് പുറത്തും ഞാൻ 4 പ്രാവശ്യമാണ് തയ്ച്ചിട്ടുള്ളത്. ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ആദ്യം തുടങ്ങുന്ന ഭാഗത്ത് തന്നെ തിരിച്ച് ഇതേപോലെ വളച്ച് തയ്ച്ച് കൊണ്ടുവന്നതിന് ശേഷം വീണ്ടും ഒരു റൗണ്ട് കൂടെ അതേപോലെ ചെയ്യുക. അപ്പോൾ ഒരു ലൈനിൻ്റെ പുറത്ത് 4 തയ്യലാവും. അങ്ങനെ ഓരോ ലൈനും തയ്ച്ചെടുക്കുക. സൂചിയും നൂലുമൊക്കെ യൂസ് ചെയ്ത് നല്ല ഭംഗിയിൽ എംബ്രോയ്ഡറി ചെയ്യുന്നവരുണ്ടാവും അല്ലേ? നമ്മൾ അതുപോലെ ട്രൈ ചെയ്യാൻ നോക്കിയാലോ ചുളിവ് വീഴും, ചിലപ്പോൾ കെട്ട് വീഴും, അതുപോലെ നൂല് പൊട്ടിപ്പോകും. അങ്ങനത്തെ പ്രശ്നമൊന്നും ഇതുപോലെ ചെയ്താൽ ഉണ്ടാവുന്നില്ല. ആർക്ക് വേണമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. പിന്നെ നമ്മൾ സ്റ്റിച്ച് ഇടുമ്പോൾ സ്ലോ ആയിട്ട് ശ്രദ്ധിച്ചിടണമെന്നേ ഉള്ളൂ, ഓവർ സ്പീഡ് പാടില്ല. എങ്കിൽ നമുക്ക് ഇതുപോലെ നീറ്റായിട്ടൊരു ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും.
ഇനി ഇതേപോലെ അറ്റത്ത് വരുന്ന നൂലുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഓക്കെ, നമുക്കിനി തിരിച്ച് നോക്കിയാലോ. എങ്ങനെയുണ്ട്? നല്ല ഭംഗിയുണ്ടല്ലേ? നീറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ലൈനിങ് പുറത്തൂടെ വെച്ച് ഇതൊന്ന് കവർ ചെയ്ത് തയ്ക്കാം. ക്യാൻവാസിൻ്റെ പുറത്ത് തയ്യൽ വിടാത്ത രീതിയിൽ അരികിൽ കൂടെ ഇതേപോലെ തയ്ച്ച് എടുക്കുക. ഇനി തിരിച്ചെടുത്തതിന് ശേഷം ലൈനിങ്ങിൻ്റെ പുറത്ത് കൂടെ നമുക്കൊരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അയൺ ചെയ്തെടുക്കാം. ലൈനിങ് പുറത്ത് കാണാത്ത രീതിയിൽ ഉള്ളിലോട്ട് നല്ലതുപോലെ എടുത്തതിന് ശേഷം ഇതേപോലെ ഒന്ന് അയൺ ചെയ്തെടുക്കുക. മുകളിലത്തെ തുണിയും അടിയിലത്തെ ലൈനിങ്ങും നീങ്ങി പോകാതിരിക്കാനായിട്ട് ഞാൻ ഈ സ്ലീവ് മൊത്തത്തിലൊന്ന് തയ്ച്ചെടുക്കുകയാണ്. ഇനി ഇതേപോലെ സ്റ്റോൺസ് യൂസ് ചെയ്തിട്ട് നമുക്കിതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ നമുക്ക് കയ്യിൽ മാത്രമല്ല കേട്ടോ ചെയ്യാൻ പറ്റുന്നത്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കഴുത്തിലോ ബോഡി പാർട്സിലോ ഒക്കെ ഇത് നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. നമ്മുടെ സ്ലീവ് ഡിസൈൻ ഏകദേശമായി കഴിഞ്ഞു. ഓവറോൾ ലുക്ക് എങ്ങനെയുണ്ട്? നല്ല ഭംഗിയുണ്ടല്ലേ? വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്. പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ ചോദിച്ചോളൂ. വേറൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ സൈനിങ് ഓഫ് ബാസിമ. അസ്സലാമു അലൈക്കും.